അമേരിക്കൻ വിപ്ലവം നടക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണ്? എ 16-ാം നൂറ്റാണ്ട്, ബി 17-ാം നൂറ്റാണ്ട്, സി 18-ാം നൂറ്റാണ്ട്. ആൻസർ സി 18-ാം നൂറ്റാണ്ട്. ഇംഗ്ലണ്ടിൽ നിന്നും വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറി കോളനികൾ സ്ഥാപിച്ച ഇംഗ്ലീഷുകാർ അറിയപ്പെടുന്നത് ഏത് പേരിലായിരുന്നു? എ റെഡ് ഇന്ത്യൻസ്, ബി തീർത്ഥാടക പിതാക്കൾ, സി മെർക്കന്റിലിസ്റ്റുകൾ. ആൻസർ ബി തീർത്ഥാടക പിതാക്കൾ. തീർത്ഥാടക പിതാക്കൾ ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയത് ഏത് കപ്പലിലാണ്? എ സാന്റാ മറിയ, ബി വിക്ടോറിയ, സി മേഫ്ലവർ. ആൻസർ സി മേഫ്ലവർ. ഇംഗ്ലീഷുകാർ വടക്കേ അമേരിക്കൻ കോളനികളിൽ നടപ്പാക്കിയിരുന്ന വാണിജ്യ നയം ഏത് പേരിലറിയപ്പെട്ടു? എ മെർക്കന്റിലിസം, ബി ബാർട്ടർ പോളിസി, സി നാവിഗേഷൻ പോളിസി. ആൻസർ എ മെർക്കന്റിലിസം. 1756 മുതൽ 1763 വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന സപ്തവത്സര യുദ്ധം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? എ ഇംഗ്ലണ്ട് സ്പെയിൻ, ബി ഇംഗ്ലണ്ട് ഫ്രാൻസ്, സി ഇംഗ്ലണ്ട് അമേരിക്ക. ആൻസർ ബി ഇംഗ്ലണ്ട് ഫ്രാൻസ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? എ ജെയിംസ് ഓട്ടിസ്, ബി തോമസ് പെയിൻ, സി സാമുവൽ ആഡംസ്. ആൻസർ എ ജെയിംസ് ഓട്ടിസ്. സൺസ് ഓഫ് ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യത്തിൻ്റെ മക്കൾ എന്ന സംഘടന ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ ഇംഗ്ലണ്ടിലെ വിപ്ലവം, ബി അമേരിക്കൻ വിപ്ലവം, സി ഫ്രഞ്ച് വിപ്ലവം. ആൻസർ ബി അമേരിക്കൻ വിപ്ലവം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിതാവായി പരിഗണിക്കപ്പെടുന്നത് ആരാണ്? എ സാമുവൽ ആഡംസ്, ബി തോമസ് ജെഫേഴ്സൺ, സി തോമസ് പെയിൻ. ആൻസർ എ സാമുവൽ ആഡംസ്. തന്നിരിക്കുന്നതിൽ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധമുള്ളത്: എ ലോങ് മാർച്ച്, ബി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, സി ബോസ്റ്റൺ ടീ പാർട്ടി. ആൻസർ സി ബോസ്റ്റൺ ടീ പാർട്ടി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസിദ്ധമായ ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം നടന്നത് എന്ന്? എ 1773 ഡിസംബർ 16, ബി 1773 ഡിസംബർ 4, സി 1773 ഡിസംബർ 26. ആൻസർ എ 1773 ഡിസംബർ 16. ഇംഗ്ലണ്ടിൻ്റെ ചൂഷണ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നതിന് അമേരിക്കൻ കോളനിയിലെ പ്രതിനിധികൾ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സംഘടിപ്പിച്ചത് എവിടെയാണ്? എ ന്യൂജേഴ്സി, ബി ഫിലാഡൽഫിയ, സി പെൻസിൽവാനിയ. ആൻസർ ബി ഫിലാഡൽഫിയ. 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാത്ത ഏക അമേരിക്കൻ കോളനി ഏതായിരുന്നു? എ ന്യൂജേഴ്സി, ബി മേരിലാൻഡ്, സി ജോർജിയ. ആൻസർ സി ജോർജിയ. ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്ത രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? എ ഫിലാഡൽഫിയ, ബി ന്യൂജേഴ്സി, സി സൗത്ത് കരോലിന. ആൻസർ എ ഫിലാഡൽഫിയ. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അംഗീകരിച്ചത് എന്നാണ്? എ 1776 ജനുവരി 4, ബി 1776 ജൂൺ 4, സി 1776 ജൂലൈ 4. ആൻസർ സി 1776 ജൂലൈ 4. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരാണ്? എ ജോൺ ആഡംസ്, ബി തോമസ് ജെഫേഴ്സൺ, സി ജെയിംസ് മാഡിസൺ. ആൻസർ ബി തോമസ് ജെഫേഴ്സൺ. എല്ലാ മനുഷ്യരും തുല്യരായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എടുത്തു മാറ്റാൻ കഴിയാത്ത ചില അവകാശങ്ങൾ സൃഷ്ടാവ് അവർക്ക് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? എ സാമുവൽ ആഡംസ്, ബി തോമസ് പെയിൻ, സി ജോൺ ലോക്ക്.
ആൻസർ സി ജോൺ ലോക്ക്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ആവേശമേകിയ സാമാന്യ ബുദ്ധി അല്ലെങ്കിൽ കോമൺ സെൻസ് എന്ന ലഘുലേഖ പ്രസിദ്ധീകരിച്ചത് ആരാണ്? എ എഡ്വേർഡ് ബർഗ്, ബി തോമസ് പെയിൻ, സി ജോൺ ലോക്ക്. ആൻസർ ബി തോമസ് പെയിൻ. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു. പക്ഷേ അത് ജനങ്ങളുടെ മനസ്സിലായിരുന്നു. അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? എ എഡ്വേർഡ് ബർഗ്, ബി തോമസ് പെയിൻ, സി ജോൺ ആഡംസ്. ആൻസർ സി ജോൺ ആഡംസ്. 1789 ഏപ്രിൽ 30 അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റായി അധികാരമേറ്റത് ആരാണ്? എ തോമസ് ജെഫേഴ്സൺ, ബി ജോർജ് വാഷിങ്ടൺ, സി ജോൺ ആഡംസ്. ആൻസർ ബി ജോർജ് വാഷിങ്ടൺ. അമേരിക്കയുടെ ആദ്യ വൈസ് പ്രസിഡന്റായി അധികാരമേറ്റത് ആരാണ്? എ തോമസ് ജെഫേഴ്സൺ, ബി ജെയിംസ് മാഡിസൺ, സി ജോൺ ആഡംസ്. ആൻസർ സി ജോൺ ആഡംസ്. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ആരാണ്? എ തോമസ് ജെഫേഴ്സൺ, ബി ജെയിംസ് മാഡിസൺ, സി ജോൺ ആഡംസ്. ആൻസർ ബി ജെയിംസ് മാഡിസൺ.